കാട്ടാനയുടെ ആക്രമണത്തിൽ വനവാസികളായ 2 പേർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ ആതിരപ്പള്ളിയിൽ ഹർത്താൽ. എല്ലാ പാർട്ടികളുടെയും നേതൃത്വത്തിലാണ് ജനകീയ ഹർത്താൽ നടത്തുന്നത്. വാഴച്ചാൽ സ്വദേശികളായ അംബിക, സതീഷ് എന്നിവരാണ് ഇന്നലെ രാത്രി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ വനമന്ത്രി AK ശശീന്ദ്രൻ വനം വകുപ്പ് മേധാവിയോട് റിപ്പോർട്ട് തേടി. സബ് കളക്ടർ അഖിൽ മേനോൻ പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. മൃതദേഹങ്ങൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മാത്രമേ മരണകാരണം ആനയുടെ ആക്രമണമാണ് എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയുള്ളൂ. ഇവിടെ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇവിടെ ഇങ്ങനെ പലരും ഉന്നയിക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ, 2 മൃതദേഹങ്ങളുടെയും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനകീയ സമിതി, എല്ലാ പാർട്ടികളുടെയും നേതൃത്വം ഉൾപ്പെടുന്ന ഒരു ജനകീയ സമിതി ഇപ്പോൾ സബ് കളക്ടറുമായി സംസാരിച്ചിരുന്നു. പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യം RRT സംവിധാനങ്ങൾ അതിരപ്പള്ളി മേഖലയിൽ മെച്ചപ്പെടുത്തണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഈ 2 പേർ മരിച്ച ആക്രമണത്തിൽ, കാട്ടാന ആക്രമണത്തിൽ 2 പേർ മരിച്ച ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ ആചരിക്കാൻ ഇപ്പോൾ ഈ ജനകീയ സമിതി തീരുമാനിച്ചിരിക്കുകയാണ്. ബെന്നി ബെഹനാൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ പാർട്ടികളുടെ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രധാനം ഇപ്പോൾ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നാളെ ഒരു ഹർത്താലിലേക്ക് നീങ്ങുകയാണ്. സംയുക്ത ജനകീയ സമിതിയാണ് ഹർത്താൽ നടത്തുന്നത്. ജനകീയ സമിതിയായിട്ടാണ് നമ്മൾ സംയുക്തമായിട്ടാണ് നാളെ ഹർത്താൽ ആചരിക്കുന്നത്. നമുക്കറിയാം, കാലങ്ങളായിട്ട് നമുക്കറിയാം അതിരപ്പള്ളിയൊരു വിഷയമാണ്. ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരന്തരമായിട്ട് ആളുകൾ മരണപ്പെടുകയാണ്. ആ മരണത്തിൽ അത് കഴിഞ്ഞാൽ ഒരു സർവകക്ഷി യോഗം വിളിക്കും. പിന്നെ ബാക്കിയൊരു തുടർ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. അവർക്ക് ചില ഫണ്ടുകൾ കൊടുത്ത് അതിൽ ഒതുക്കി തീർക്കാണ് സാധാരണ പതിവ്. പക്ഷേ നാളത്തെ സമരത്തിലല്ല, അത് തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി തുടർന്നുള്ള സമരത്തിലുമായി മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മലക്കപ്പാറ ഭാഗത്താണ് സെബാസ്റ്റ്യൻ എന്നൊരു യുവാവ് മരണപ്പെട്ടത്. തുടർന്ന് ഇപ്പോൾ ഇന്നലെ 2 മരണവും കൂടി നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് BJP ശക്തമായിട്ട് സമരമായി മുന്നോട്ട് പോകുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോഴുണ്ടായ ഈ സംഭവത്തിൽ എന്താണ് ഇപ്പോൾ 3 മരണമായി അടുപ്പിച്ചുണ്ടാകുന്നു? എന്തൊക്കെ വീഴ്ചകൾ എന്തെങ്കിലും സംഭവിച്ചതായി നിങ്ങൾ ആരോപിക്കുന്നു? അതായത് അവിടെ പ്രത്യേകിച്ച് വനപാലകരുടെ ഒരു കുറവ് ഉണ്ട്. സർക്കാർ അതിന് ഒരു അടിയന്തരമായിട്ട് RRTകളെ നിയമിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അത് മാത്രമല്ല, ഈ കലണ്ടറിൽ ചുവന്ന അക്ഷരം കണ്ട 2-3 ദിവസം അവധിയായി പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന് മറ്റേ ചാർപ്പ റേഞ്ചർ ഓഫീസറോട് എത്തിയിട്ടില്ല, ഇതുവരെ DFOയോട് എത്തിയിട്ടില്ല. ഗുരുതരമായിട്ട് വീഴ്ചയാണ്. അത് മാത്രമല്ല, ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഭരണകൂടങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കോക്കസ് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ താൽക്കാലികമായി ഈ വിഭാഗങ്ങളെ അവരുടെ സമരത്തിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ എന്നുള്ള ഗൂഢലക്ഷ്യമാണ് കാണുന്നത്. കുറേ കാലങ്ങളായി ഇത്തരം ആളുകൾ മരിക്കുന്നുണ്ട്. ഒരു പഠനം നടത്തുക. വന്യമൃഗങ്ങൾ ഇത്തരം ആക്രമണത്തിൽ വരുമ്പോൾ അത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ടില്ല. അങ്ങനെ പഠനം നടത്തി ഇത്തരം ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി ഇതേപോലെ ഒരാൾ മരിച്ചപ്പോൾ സർവകക്ഷി ഒന്നുകൂടി ഒരു 5 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. ശേഷം എല്ലാവരും പറഞ്ഞു കമ്പി വേലി കെട്ടണം, കടങ്ങുണ്ടാക്കണം, വനത്തിൽ അവർക്ക് മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സ്വരൂപിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു പോയി. ഇതൊന്നും നടപ്പിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾ, MLA MP അടക്കമുള്ള ആളുകളും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന നിലപാടാണ്. അതിനോട് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ സമരം ചെയ്യാൻ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഈ RRT സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ വനംവകുപ്പിന്റെ അനാസ്ഥ ഒഴിയുക, ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം കൊടുത്ത് പ്രതിഷേധങ്ങളെ തണുപ്പിക്കാനും അത് തടി ഊരാനുള്ള ശ്രമങ്ങളിൽ നിന്ന് വനംവകുപ്പും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ പിന്തിരിയണമെന്നുള്ള ശക്തമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ ഉൾപ്പെടുന്ന ജനകീയ സമിതി നാളെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരം ആവശ്യങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ട് സമര രംഗത്തുണ്ടാകുമെന്ന് ഇപ്പോൾ BJP വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും നടത്താനുള്ള സൗകര്യമൊരുക്കണമെന്നാണ് ഇപ്പോൾ ജനകീയ സമിതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനും ഈ ഇത്തരത്തിൽ വനവാസികളായിട്ടുള്ള ബന്ധുക്കളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. സബ് കളക്ടർ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. കളക്ടർ എത്തി നേരിട്ടിടപെട്ട് ചില ഉറപ്പുകൾ നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ബെന്നി ബെഹനാൻ
MP ഇപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിയിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും കടുത്ത പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള മരണങ്ങൾ, വനവാസി വിഭാഗങ്ങളുടെ തുടർച്ചയായിട്ടുള്ള മരണങ്ങൾക്ക് ഉത്തരവാദി ആരാണ് എന്നുള്ളതിൽ അത് വനംവകുപ്പ് അതുപോലെ തന്നെ സംവിധാനങ്ങളുമാണ് എന്ന് കൃത്യമായി ഉന്നയിച്ചുകൊണ്ടാണ്, ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാളെ പ്രതിഷേധ സമരത്തിലേക്കുമെല്ലാം തന്നെ നീങ്ങിയിരിക്കുന്നത്. ഏതായാലും ഇൻക്വസ്റ്റ് നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. ഇന്നലെ രാത്രി 7 മണിയോടെ ഉണ്ടായ കാട്ടാന ആക്രമണത്തിലാണ് 2 പേർ മരിക്കുന്നത്. അതേസമയം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു വിശദീകരണത്തിൽ അല്ലെങ്കിൽ ആ ഒരു കുറിപ്പിൽ പറയുന്നത് കാട്ടാന മരണം തന്നെയാണോ എന്ന് ഉറപ്പിക്കുന്നത് വ്യക്തമാണ്. തൃശ്ശൂർ ആതിരപ്പള്ളിയിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ 2 വനവാസികൾ കൊല്ലപ്പെടുന്നത്. അവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ചാലക്കുടി ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി വരികയാണ്. നാളെ ഈ പ്രശ്നത്തിൽ ഈ പ്രദേശത്ത് ആതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.